ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 16 ജൂൺ 6 എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്, എക്സ്ട്രാ പോയിന്റ്സുമാണ് പറയുന്നത്. നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഈ എൽനിന ലാനിന എന്ന് പറയുന്ന രണ്ട് ടോപ്പിക് ഉണ്ടല്ലോ, അതിൽ നിന്നും ചോദ്യം വരുന്നുണ്ട്. ഇനിയും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പം ഒരു എൽനിനോ ഫേസിലാണ്. ഇന്ത്യയിൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ചൂട് കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എൽനിനോ പ്രതിഭാസമാണ് എന്നുള്ള ഒരു സംസാരമുണ്ട്. സോ അതൊരു കറണ്ട് അഫെയർ കൂടെയാണ്. അതുകൊണ്ട് എന്താണ് എൽനിനോ എന്നൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയാം. ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൽനിനോ ലാനിനോ പ്രതിഭാസം എൻസോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിനകത്ത് വരുന്നതാണ്. അത് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 25 മിനിറ്റ് എങ്കിലും കൃത്യമായിട്ട് പറയാനുണ്ട്. പക്ഷെ നമുക്ക് അത്രയും നേരം ഇല്ലാത്തത് കൊണ്ട് ബേസിക് കൺസെപ്റ്റ്, ഇനി ക്വസ്റ്റ്യൻ വന്നാലും എഴുതത്തക്ക രീതിയിലുള്ള ബേസിക് കൺസെപ്റ്റ് മാത്രം ഞാൻ പറഞ്ഞിട്ട് നിർത്തുന്നതായിരിക്കും. അതിനുശേഷം 14ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, ഒരു മരത്തിന്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജല നിർമ്മകന സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ള ചോദ്യം. അത് നമ്മുടെ ഷെസയും XCERT ടെക്സ്റ്റ് ബുക്ക് +1 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നീരൊഴുക്ക് വ്യൂഹം. റിവേഴ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ വേണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് നിർത്താം. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ, കൊച്ചു ക്വസ്റ്റ്യൻ അങ്ങ് പറയാം. അതിന് മുൻപേ ആയിട്ട് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 199 രൂപ മാത്രമാണ്. GK കംപ്ലീറ്റ് ആയിട്ടുള്ളതും ഹോട്ട് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ളതും ഇംഗ്ലീഷും കൂടെ ചേർത്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുക. എത്രയും പെട്ടെന്ന് അയക്കുക കേട്ടോ. അതുപോലെ 499 രൂപയ്ക്ക് ഡിഗ്രി പ്രിലിംസ് മെയിൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിന്റെ നോട്ട്സും ക്ലാസ്സും ഈ മോക്ക് ടെസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടെ ഉണ്ട്. അപ്പൊ ജൂൺ 6 എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു മരത്തിന്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർമ്മകന സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? റേഡിയൽ, ട്രെല്ലിസ്, സെൻട്രിപെറ്റൽ, ഡെൻഡ്രിറ്റിക്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ശ്രദ്ധിച്ചേ. നെയിം ദ ടൈപ്പ് ഓഫ് ഡ്രെയിനേജ് പാറ്റേൺ ലുക്ക് ലൈക്ക് ദ ബ്രാഞ്ചിങ് ഓഫ് ട്രീ. ഒരു മരത്തിന്റെ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ചസ് പോകുന്നത്. അപ്പൊ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഡ്രെയിനേജ് പാറ്റേണിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രധാന നീരൊഴുക്കു മാതൃകകൾ, ഇമ്പോർട്ടന്റ് ഡ്രെയിനേജ് പാറ്റേൺസ്. ഒരു മരത്തിന്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്കു മാതൃകയെ നമ്മൾ ഡെൻഡ്രിറ്റിക് പാറ്റേൺ അഥവാ ശിഖരാകൃതി മാതൃക എന്നാണ് പറയുന്നത്. ഒരു മരത്തിന്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയെ നമ്മൾ ഡെൻഡ്രിറ്റിക് എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ഓപ്ഷൻ ഡി, ഡെൻഡ്രിറ്റിക് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആൻസർ കിട്ടി. നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ ചാനലില്, ഡെൻഡ്രിറ്റിക് എന്നാണ്. ഇനി ബാക്കി ആരൊക്കെയാ? അപ്പൊ മരത്തിന്റെ ചില്ലകൾ പോലെ ഇരിക്കുന്നതിനെ നമ്മൾ ഡെൻഡ്രിറ്റിക് എന്ന് വിളിക്കുന്നു. കുന്നിന്റെ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ കേന്ദ്ര പ്രഭവ നീരൊഴുക്കു മാതൃക രൂപപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താ? റേഡിയൻ പാറ്റേൺ എന്ന് വിളിക്കും. അതായത് ഇതൊരു കുന്നാണെന്ന് വെച്ചോ. ഈ കുന്നിന്റെ മുകളിൽ നിന്ന്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുന്ന്, ഇതിന്റെ മുകളിൽ നിന്നും നദി ഉത്ഭവിച്ചിട്ട് ഇത് എല്ലാ ദിശയിലോട്ടും ഇങ്ങനെയൊക്കെ ഒഴുകുവാന്ന് വെച്ചോ. ഇങ്ങനെ ഒഴുകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയൻ പാറ്റേൺ അഥവാ കേന്ദ്ര പ്രഭവ നീരൊഴുക്കു മാതൃക. ഇതിനൊരു എക്സാമ്പിൾ എന്താ? അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മിക്ക നദികളും ഈ ഒരു റേഡിയൻ പാറ്റേണിലാണ് ഒഴുകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചേക്കാം. അടുത്തത് പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ ഇവയിൽ 90 ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ അതിനെ ട്രെല്ലിസ് നീരൊഴുക്ക് മാതൃക എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ജാലായുധ നീരൊഴുക്ക് മാതൃക. അതായത് പോഷക നദികൾ, ഇതിപ്പോ മെയിൻ നദി ഇങ്ങനെ വരുവാന്ന് വെച്ചോ, ഇത് ഗംഗാ നദിയാണ്. ഗംഗാ നദിക്ക് പ്രാഥമിക പോഷക നദികളുണ്ട്, അതായത് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോഷക നദികളുണ്ട്. അത് സമാന്തരമായിട്ട് ഒഴുകും. ഇപ്പൊ ഗംഗാ നദിക്ക് സമാന്തരമായിട്ട് അതിന്റെ പ്രാഥമിക നദി ഇങ്ങനെ പോഷക നദി ഒഴുകുകയും ഇതിന്റെ തന്നെ ദ്വിതീയ പോഷക നദികൾ ഇവയ്ക്ക് 90 ഡിഗ്രി അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ഒഴുകും, അല്ലെ? ഇങ്ങനെ കോണീയമായി ചേരുകയും ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രെല്ലിസ് എന്ന് വിളിക്കുന്നത്. ഇനി സെൻട്രിപെറ്റൽ, നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതിന്റെ സെൻട്രിപെറ്റൽ എന്ന് പറയുമ്പോൾ ഒരു വട്ടം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അതിനെ അഭികേന്ദ്ര മാതൃക, അതായത് എല്ലാ ദിശയിൽ നിന്നും ഒരു തടാകത്തിലേക്ക്, അപ്പൊ ഇവിടെ നിന്ന് ഈ നദി എല്ലാം കൂടെ വന്നിട്ട് ഒരിടത്തോട്ട് വന്നങ്ങ് പതിക്കുക.
ഇവിടുന്നൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഒരു താഴ്ചയിലേക്ക് വന്ന് ഒഴുകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കും സെൻട്രിപെറ്റൽ പാറ്റേൺ അഥവാ നീരൊഴുക്ക് വ്യൂഹം അഭികേന്ദ്ര മാതൃക, നീരൊഴുക്ക് എന്ന് വിളിക്കും. അപ്പൊ 4 കാര്യങ്ങളാണ്. മരത്തിന്റെ ചില്ലകൾ ഡെൻഡ്രിറ്റിക്, കുന്നിന്റെ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശയിലേക്കും ഒഴുകുമ്പോൾ റേഡിയൽ പാറ്റേൺ, പ്രാഥമിക പോഷക നദികൾക്ക് സമാന്തരമായ അതായത് പ്രധാന പ്രാഥമിക പോഷക നദികൾ സമാന്തരമായിട്ട് ഒഴുകുകയും സെക്കൻഡറി പോഷക നദികൾ 90 ഡിഗ്രിയിൽ വന്ന് ഇതിനോട് ചേരുകയും ചെയ്യുമ്പോൾ ട്രെല്ലിസ് ആണ്. എല്ലാ നദികളും കൂടെ ഒരു ദിശയിൽ നിന്ന് ഒരു തടാകത്തിലോ ഒരു താഴ്ചയിലോ ഒഴുകിയെത്തുന്നതിന് നമ്മൾ അഭികേന്ദ്ര മാതൃക എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. അപ്പൊ നിങ്ങളോട് ഇനിയും പറയാനുള്ളത്, ഇനിയുള്ള ആൾക്കാര് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം? നമ്മുടെ പ്രധാനപ്പെട്ട നദികളെ പറ്റിയിട്ട്, അതായത് നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയിട്ടുള്ള നദികളെ പറ്റിയിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് തന്നെ പഠിക്കുക. എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം ഇതിനകത്തുള്ള ഉപദ്വീപീയ നദികളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നദിയും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കൂട്ടത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ചെറു നദികളെ പറ്റിയിട്ടുണ്ട്. സുവർണരേഖ, ബൈതർണി, ബ്രാഹ്മണി, പെണ്ണാർ, പാലാർ തുടങ്ങിയതെല്ലാം കിഴക്കോട്ട് ഒഴുകുന്ന ചെറിയ നദികളാണ്. അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ചെറുനദികൾ ഏതൊക്കെയാ? സബർമതി, മാഹി, ധാൻധർ, കാളി, ശരാവതി, ഭാരതപ്പുഴ, പെരിയാർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക കേട്ടോ, കാരണം ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവർ സിസ്റ്റം എല്ലാ വർഷവും ഒരു ചോദ്യമുണ്ട്. ഇതിപ്പോ ആദ്യ തുടക്കത്തിൽ നിന്ന് ചോദിച്ചെങ്കിൽ ഇനിയും ചോദിക്കാൻ പോകുന്നത് ഗംഗ, ബ്രഹ്മപുത്ര, അതുപോലെ ഹിമാലയൻ നദികൾ 3 ആൾക്കാരെ പറ്റിയിട്ടും ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ചോദ്യം എന്താ? എല്ലാവരും ഇത് ഓൾറെഡി പഠിച്ചു കാണും, കാരണം ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇപ്പൊ എല്ലായിടത്തും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എളുപ്പത്തിൽ പറഞ്ഞുതരാം. ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽ നിനോ. 2, ഉപരിതല ജലത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാര കാറ്റ് മധ്യ കിഴക്കൻ പസഫിക് മേഖലയിൽ അസാധാരണമായി തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. അതിനൊരു പ്രോസസ്സിന് ഒരു പേര് പറയും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൽ നിനോയുടെ ഓപ്പോസിറ്റ് എന്താ? ലാനിന അല്ലെങ്കിൽ ലാനിനോ എന്നുള്ളതാണ് താഴത്തെ ആ ഒരു സംഭവത്തിന്റെ ആൻസർ. ഉപരിതല ജലത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് വ്യാപാര കാറ്റ് മധ്യ സെൻട്രൽ ഈസ്റ്റേൺ പസഫിക് മേഖലയിൽ അസാധാരണമായിട്ട് തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമായിട്ട് മാറുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എൽ നിനോയുടെ ഓപ്പോസിറ്റ് ആണ് ലാനിന എന്ന് വിളിക്കും. ലാനിന എന്ന് വിളിക്കും. അപ്പൊ ഇത് 2 സ്റ്റേറ്റ്മെന്റും ശരി എന്നുള്ളതാണ് PSCയുടെ ആൻസർ. അപ്പം ചെറിയ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഒരു ഫാക്ട് മാത്രമല്ല ഉള്ളൂ ശരിയെന്ന്. അപ്പൊ PSC ഇതിപ്പോ 2ഉം ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കും 2ഉം ശരിയാണെന്ന് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പറയാം അതിന്റെ കാരണം എന്താണെന്നേ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എൽ നിനോയും ഇന്ത്യൻ മൺസൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്. അത് ആദ്യം ഒന്ന് നോക്കാം. ഓരോ 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ സംഭവിക്കാറുള്ളതും എത്രയാണ്? 3 to 7 ഇയേഴ്സിലാണ് എൽ നിനോ സംഭവിക്കുന്നത്. ഇതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൽ നിനോ കൊണ്ട് വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്കും കാരണമാകുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് ഈ എൽ നിനോ. ഇതിൽ സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും പ്രതിഭാസങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു തീരത്തിന്റെ ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഇവ ഇന്ത്യൻ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കാലാവസ്ഥയെ ബാധിക്കും. ശീതജല പ്രവാഹമായ പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹത്തെ താൽക്കാലികമായിട്ട് മാറ്റിയിട്ട് പ്രസ്തുത സ്ഥാനത്തെത്തുന്ന മധ്യരേഖ ഉഷ്ണജല പ്രവാഹത്തിന്റെ തുടർച്ച മാത്രമാണ് എൽ നിനോ. ഈ പ്രവാഹങ്ങൾ പെറൂവിയൻ തീരത്തെ താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തും. ഇവ മധ്യരേഖാ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തും, സമുദ്രജല ബാഷ്പീകരണമൊക്കെ ക്രമരഹിതമാക്കും, സമുദ്രപ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തും. ഓക്കെ, ഇത് കടലിൽ മത്സ്യങ്ങളുടെ എണ്ണം കുറയാൻ ഇടവരുത്തും. അർത്ഥം, എൽ നിനോ ഒരു സ്പാനിഷ് വാക്കാണ്. ആൺകുട്ടി എന്നുള്ള രീതിയിലാണ്, ചെറിയ ആൺകുട്ടിയാണ് എൽ നിനോ. അപ്പൊ ഇതൊരു ഡിസംബർ മാസത്തിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ആൺകുട്ടി എന്നുള്ളത് ഉണ്ണിയേശു, ചൈൽഡ് ക്രൈസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ പെറുവിൽ ഡിസംബർ വേനൽക്കാല മാസമാണ്. ഇന്ത്യയിൽ എൽ നിനോ ദീർഘകാല മൺസൂൺ പ്രവചനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താറുണ്ട്.
അതുപോലെ 1990-91 കാലത്ത് സംഭവിച്ച എൽനിനോ പ്രതിഭാസം ഇന്ത്യയിലെ ഏകദേശം മിക്ക ഭാഗങ്ങളിലും മൺസൂണിന്റെ ആരംഭം 5 മുതൽ 12 വരെ വൈകുന്നതിനും കാരണമാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം ന്യൂസിലൊക്കെ കണ്ടൊരു കാര്യം കൂടെയാണ്, നമുക്കിത് താമസം വരും, അതായത് മൺസൂണിന്റെ അളവ് കുറയ്ക്കും, എൽനിനോ പ്രതിഭാസമാണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഇതൊന്ന് നോക്കാം. അപ്പം ഒന്ന് നോക്കിക്കോ, എൽനിനോ ലാനിനോ എന്ന് പറയുന്ന ഈ 2 പ്രതിഭാസം ഉണ്ടല്ലോ, ഈ 2 പ്രതിഭാസങ്ങളും പസഫിക് ഓഷനിലാണ് നടക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എവിടെയാ നടക്കുന്നത്? പസഫിക് ഓഷനിലാണ് ഇത് നടക്കുന്നത്. എൻസോ അഥവാ എൻസോ എന്താ? എൻസോ എന്നുള്ള എന്താ ഫുൾ നെയിം? എൻസോ മീൻസ് എൽനിനോ സതേൺ ഓസിലേഷൻ. എൽനിനോ സതേൺ ഓസിലേഷന്റെ ഭാഗമാണ് ഈ 2 ഫാക്ടേഴ്സും, അല്ലെങ്കിൽ 2 ആൾക്കാരും എൻസോയുടെ പാർട്ടാണ്. സെൻട്രൽ ഈസ്റ്റേൺ പസഫിക് ഓഷനിലാണ് ഇത് കാണപ്പെടുന്നത്. നമ്മൾക്ക് ഇവിടെ പറഞ്ഞു അല്ലെ, മധ്യ പസഫിക് ഓഷനിലാണ് ഈ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത്. അപ്പം എൽനിനോ സതേൺ ഓസിലേഷന് പ്രധാന 3 ഘട്ടങ്ങളാണ്. അതിനകത്ത് ഒരു ഘട്ടമാണ് എൽനിനോ, 2 ലാനിനോ ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആവാം. പലപ്പോഴും ന്യൂട്രൽ ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, അതായത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാതെ ആസ് യൂഷ്വൽ കാലാവസ്ഥ അങ്ങനെ പോകുന്നതാണ് ന്യൂട്രൽ ഫേസ്. ഇതല്ലെങ്കിൽ ഒന്നുകിൽ എൽനിനോ വരാം, അല്ലെങ്കിൽ ലാനിനോ വരാം. നമ്മൾ പറഞ്ഞു 3 മുതൽ 7 വർഷത്തിലൊരിക്കലാണ് ഈ പ്രതിഭാസം നടക്കുന്നത്. അപ്പൊ ശരിക്കും എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി, ചെറിയ ആൺകുട്ടി, സ്പാനിഷ് ഭാഷയാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയ പെൺകുട്ടിയാണ് ലാനിന എന്ന് പറയുന്നത്. ഇതും സ്പാനിഷ് ആണ്. ഓക്കെ ആണല്ലോ. ഏകദേശം 1600കളില് അമേരിക്കയിലുള്ള മുക്കുവന്മാരാണ് പസഫിക് ഓഷനിൽ ഈ ഒരു അസാധാരണ ചൂട് കണ്ടിട്ട്, അതായത് ഡിസംബർ മാസത്തിൽ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ട് അവര് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലാനിന എൽനിന എന്ന് പറയുന്നത് 2 ഓപ്പോസിറ്റ് കണ്ടീഷൻസ് ആണ്. ഞാനിപ്പോ ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു, ലാനിന എന്ന് പറയുന്നത് ചൂടുള്ള പ്രവാഹമാണെങ്കിൽ തണുത്ത വെള്ളത്തിന്റെ കൂടുതലായിട്ടുള്ള പ്രശ്നമാണ് എൽനിന എന്ന് പറയുന്നത്. എൽനിനോ എന്ന് പറയുന്നത് ചൂടുള്ളതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് തണുത്തതാണ് ലാനിന എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തെ വ്യത്യാസം എന്താ? ലാനിന എൽനിന ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. നോർമൽ കണ്ടീഷനില് പസഫിക് ഓഷനില് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് എന്താണ് നോർമൽ ആയിട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് എൽനിനോയും ലാനിനോ ഒന്നും ഇല്ലെങ്കിൽ പസഫിക് ഓഷനില് നോർമലി ഉള്ള കണ്ടീഷനില് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വ്യാപാരവാദങ്ങൾ വീശാറുണ്ട്. ഈ വ്യാപാരവാദങ്ങള് സൗത്ത് ആഫ്രിക്കയിലെ ഭാഗത്ത് നിന്നും പസഫിക് ഓഷന്റെ ഉപരിതലത്തില് സൂര്യപ്രകാശമേറ്റ് ചൂടായി കിടക്കുന്ന ജലത്തെ വഹിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക്, അതായത് ഏഷ്യയിലേക്ക് നീങ്ങും. ഈ ചൂടുവെള്ളം പോകുമ്പം അകത്തെ, അതായത് ചൂടുവെള്ളം നീങ്ങി മാറുമ്പോൾ അടിയിൽ എന്തുണ്ട്? തണുത്ത വെള്ളമുണ്ട്. ഈ തണുത്ത വെള്ളം നേരെ മുകളിലോട്ട് വരും. അപ്പൊ വ്യാപാരക്കാറ്റ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് മുകളിലുള്ള ചൂടുവെള്ളത്തെ അടിച്ചുകൊണ്ട് വരുമ്പോ താഴെയുള്ള തണുത്ത വെള്ളം മുകളിലെത്തുമല്ലോ. ഓക്കെ, ഇത് അപ്വെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ്. നോക്കിയില്ലെങ്കിലും സാരമില്ല. അപ്പൊ ഈ തണുത്ത വെള്ളം മുകളിൽ വന്നു, മുകളിലുള്ള ചൂടുവെള്ളം പടിഞ്ഞാറോട്ട് വന്നു. ആര് കൊണ്ടുവന്നു? വ്യാപാരക്കാറ്റ് കൊണ്ടുവന്നു. അപ്പൊ എൽനിനോ കിഴക്ക് നിന്നും പടിഞ്ഞാറേറ്റ് വീശുന്ന വ്യാപാരവാദങ്ങളുടെ ശക്തി കുറയ്ക്കും. സോ ചൂടുവെള്ളം ഏഷ്യയിലേക്ക് പോകാതെ കിഴക്ക് ഭാഗത്ത് അങ്ങ് പടരും. അപ്പം എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുമ്പം നോർമലി നടക്കുന്ന പ്രോസസ് എന്താ? മുകളിലെ വെള്ളം വ്യാപാരവാദം എങ്ങോട്ട് തള്ളിക്കൊണ്ടുവരും? പടിഞ്ഞാറോട്ട് കൊണ്ടുവരും. അതാണ് നോർമൽ കേസ്, ന്യൂട്രൽ ഫേസ്. അപ്പൊ തണുത്ത വെള്ളം മുകളിലോട്ട് വരും. അങ്ങനെയാണ് നടക്കേണ്ടത്. എന്നാൽ എൽനിനോ പ്രോസസ്സ് നടക്കുന്ന ഇപ്പോൾ ഉള്ള സമയത്തൊക്കെ ഈ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റിന്റെ ശക്തി അങ്ങ് കുറയും, വ്യാപാരവാദത്തിന്റെ ശക്തി കുറയും. സോ ചൂടുവെള്ളം നീങ്ങുമോ പടിഞ്ഞാട്ട്? ഇല്ല, അത് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പം തണുത്ത വെള്ളത്തിന് അപ്വെല്ലിംഗ് വഴി മുകളിലോട്ട് വരാൻ പറ്റില്ല. സോ കാലാവസ്ഥ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ US-ന്റെ, അമേരിക്കയുടെ സൗത്ത് ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴ, വെള്ളപ്പൊക്കം ഒക്കെ കാരണമാവും. അപ്പൊ അവിടെ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തോട്ട് വന്നില്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്ന് പറയുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ചൂട് കൂടാൻ തുടങ്ങും. അപ്പൊ അതുവഴി നമ്മുടെ ഇന്ത്യയിൽ മഴ കുറയും, മൺസൂൺ കുറയും. അതുപോലെ ഈ ചൂടുവെള്ളം നീങ്ങാത്തോണ്ടാണ്. അപ്പൊ ചൂടുവെള്ളം നീങ്ങാത്തതിനാൽ പ്രത്യേകിച്ച് മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു കണ്ടോ, ഇവിടെ ഈ ഒരു കാര്യം നടക്കുന്ന സമയത്ത് ഈ നമ്മൾ പറഞ്ഞു ഇപ്പൊ പ്രത്യേകിച്ചായിട്ട് ഈ മീനിന്റെ എണ്ണം കുറയുമെന്ന് പറഞ്ഞു, മത്സ്യസമ്പത്തിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഇവിടെ കാരണം സമുദ്രപ്ലവകം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താ അതിന്റെ പേര്? ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന ഒരാളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം ഈ ഒരു ഇന്ത്യയിൽ മഴ കുറയും എല്ലാം എൽനിനോയുടെ പ്രോസസ് ആണ്. അപ്പൊ ഈ തണുത്ത വെള്ളത്തിന് മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല.
അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ ഉപരിതലത്തിൽ വളരുന്നവയുടെ ഒക്കെ അളവ് കുറയാൻ തുടങ്ങും. പ്രോസസ്സ് തെറ്റി. അങ്ങനെ ന്യൂട്രിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവ കുറയാൻ തുടങ്ങും. ചൂടുവെള്ളം അവിടെ തന്നെ കിടക്കുവാണല്ലോ. അങ്ങനെ ഇതിനെ തിന്നുന്ന മീനുകളുടെ എണ്ണവും കുറയാൻ തുടങ്ങും. ഫൈറ്റോ പ്ലാങ്ക്ടൺ അഥവാ ഈ സമുദ്രപ്ലവകത്തിന്റെ അളവിൽ വ്യത്യാസം വരുന്ന സമയത്ത് മീനിന്റെ സമ്പത്തും കുറഞ്ഞു വരും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാനിന. പടിഞ്ഞാറോട്ട് വീശുന്ന വ്യാപാരവാദങ്ങൾ കൂടുതൽ ശക്തമായിട്ട് വീശും. ഒരു മിതമായ രീതിയിൽ വീശിയാലാണ് ഈ രണ്ട് പ്രോസസ്സും കൃത്യമായിട്ട് നടക്കുന്നത്. വീശിയില്ലെങ്കിലും പ്രശ്നമാണ്, ശക്തമായിട്ട് വീശിയാലും പ്രശ്നമാണ്. ശക്തമായിട്ട് വീശി കഴിയുമ്പോൾ എന്ത് പറ്റും? വ്യാപാരവാദങ്ങൾക്ക് ശക്തി കൂടിപ്പോയി. അപ്പൊ ശക്തമായി വീശുന്ന ഈ വ്യാപാരവാദം സാധാരണയിൽ കൂടുതൽ ചൂടായ വെള്ളം വഹിച്ചുകൊണ്ട് എവിടോട്ട് പോകും? ഏഷ്യയിലോട്ട് കൊണ്ടുപോകും. അതിന്റെ ഭാഗമായിട്ട് സൗത്ത് അമേരിക്കയിലെ പസഫിക് സമുദ്രത്തോട് ചേർന്ന ഭാഗത്ത്, അതായത് ഈസ്റ്റേൺ സെൻട്രൽ പസഫിക്കില് സാധാരണയിൽ കൂടുതലായിട്ടുള്ള തണുത്ത വെള്ളം മുകളിലോട്ട് വരാൻ തുടങ്ങും. കൂടുതൽ അങ്ങ് പോയില്ലേ, സോ അപ്വെല്ലിംഗ് കൂടുതലായിട്ട് നടക്കും. തണുത്ത വെള്ളത്തിന്റെ ആ ഒരു പ്രവാഹം കൂടും അവിടെ. അങ്ങനെ വരുമ്പം സൗത്ത് അമേരിക്കയിൽ വരൾച്ച ഉണ്ടാവും, നോർത്ത് അമേരിക്കയിൽ കൂടുതൽ തണുപ്പും, ഇന്ത്യയിൽ മൺസൂണിന്റെ അളവ് കൂടും. അതായത് നമുക്ക് കാർഷിക ലാഭം ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്ത് സംഭവിക്കും? വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത കൂടുതലായിരിക്കും. അതാണ് ലാനിന എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എൽനിനയും ലാനിനയും. അപ്പൊ ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കാം, ലാനിന എൽനിന തമ്മിലുള്ള വ്യത്യാസം. ഈ എൽനിനോ എന്ന് പറയുമ്പം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് എപ്പോഴും വ്യാപാരക്കാറ്റ് വീശുന്നത്. ആ സമയത്ത് എങ്ങോട്ട് വരണം? ഏഷ്യയിലേക്ക് ഈ ചൂടുവെള്ളം കറക്റ്റ് ആയിട്ട് വരണം. മുകളിലത്തെ ചൂടുവെള്ളം ഒഴുകി പോണം. ഈ ഒഴുകി പോകുവാണെങ്കിൽ അവലി നടക്കും. അത് കൃത്യമായിട്ട് നടന്നേനെ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വീശുന്ന വ്യാപാരക്കാറ്റിന്റെ ശക്തി കുറഞ്ഞാലാണ് ഈ ചൂടുവെള്ളം ഒഴുകി ഏഷ്യയിലേക്ക് പോവാതിരിക്കുകയും അതാണ് എൽനിനോ പ്രതിഭാസം. അപ്പൊ അവലിയും കൃത്യമായിട്ട് നടക്കില്ല. ഇനി നേരെ മറിച്ച് ലാനിന എന്താ? പടിഞ്ഞാറോട്ട് വീശുന്ന വ്യാപാരക്കാറ്റിന്റെ ശക്തി അങ്ങ് കൂടിപ്പോയി. സോ കൂടുതലായിട്ട് ശക്തമായിട്ട് വീശുന്നതിന്റെ ഫലമായിട്ട് ഒരുപാട് ചൂടുവെള്ളം വഹിച്ചുകൊണ്ട് ഏഷ്യയിലോട്ട് അങ്ങ് വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സൗത്ത് അമേരിക്കയിലും പസഫിക് സമുദ്രത്തോട് ചേർന്ന് നടക്കുന്ന സെൻട്രൽ ഈ ഈസ്റ്റേൺ പസഫിക്കിലൊക്കെ കൂടുതലായിട്ടുള്ള തണുത്ത ജലപ്രവാഹം മുകളിലോട്ട് പൊങ്ങി വരാൻ തുടങ്ങും. ഈ കൂടുതലായാലും പ്രശ്നമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സൗത്ത് അമേരിക്കയിൽ വരൾച്ച ഉണ്ടാവും, നോർത്ത് അമേരിക്കയിൽ തണുപ്പുണ്ടാവും, നമുക്ക് മൺസൂൺ കൂടുതലായിട്ട് കിട്ടും. അപ്പൊ ഇതാണ് ഈ എൽനിനോയും ലാനിനായും. ഇതിനകത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ഇടുക. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നേരെ ഇല്ലാത്തവര് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.